ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള ഇറച്ചി എന്തിൻ്റെതാണ്? മുൻപ് വായിച്ചു മറന്ന ഒരു കഥയിൽ പറയുന്നുണ്ട് അത് മനുഷ്യന്റെ ഇറച്ചിയാണെന്ന്. ചില ഹോളിവുഡ് ചിത്രങ്ങളും ഇത്തരത്തിൽ മനുഷ്യന്റെ ഇറച്ചി ഭക്ഷിക്കുന്ന നരഭോജികളായ മനുഷ്യന്മാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ യഥാർത്ഥ ജീവിതത്തിൽ രണ്ട് നരഭോജികളായ മനുഷ്യരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. പാകിസ്ഥാനിലാണ് സംഭവം. മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അവയെ കീറിമുറിച്ച് കഷ്ണങ്ങളാക്കി കറി വെച്ച് കഴിക്കുന്ന രണ്ട് സഹോദരന്മാർ. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടറിയാം. ലോകത്തെയാകെ നടുക്കിയ പാകിസ്ഥാനിലെ നരഭോജി സഹോദരങ്ങളുടെ ചോര മരവിപ്പിക്കുന്ന കഥ നമ്മൾക്കൊന്ന് കേട്ടു നോക്കിയാലോ. 2011 ഏപ്രിൽ മാസത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബക്കർ ജില്ലയിലെ ഒരു പള്ളിയിൽ നിന്ന് തലേ ദിവസം ഖബറടക്കിയ 24-കാരിയുടെ മൃതദേഹം കാണാതാകുന്നു. ഖബറിൽ നിന്ന് മണ്ണ് നീക്കി മൃതദേഹം കുഴിച്ചെടുത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നാട്ടുകാർക്കും പള്ളി അധികാരികൾക്കും ബോധ്യമായി. എന്നാൽ ഈ ദുഷ്പ്രവൃത്തി ആര്, എന്തിനു ചെയ്തു എന്ന ചോദ്യം ബാക്കിയായി. പരാതി ലഭിച്ച ഉടനെ പോലീസ് സമഗ്ര അന്വേഷണം തുടങ്ങി. ഖബറിലെ മണ്ണ് നീക്കിയത് നായയോ മറ്റ് ജീവികളോ അല്ലെന്ന് പോലീസിനും കൃത്യമായി ബോധ്യപ്പെട്ടു. അപ്പോഴാണ് ചടങ്ങിനെത്തിയ ഒരാൾ തനിക്ക് തോന്നിയ സംശയം പുറത്തു പറയുന്നത്. പള്ളിയിൽ മൃതദേഹം മറവ് ചെയ്യുന്ന സമയത്ത് 2 ചെറുപ്പക്കാരെ ആ സ്ഥലത്ത് കണ്ടുവെന്നും അവർ ദൂരെ മാറി നിന്ന് സംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കുകയായിരുന്നുവെന്നും അയാൾ പോലീസിന് മൊഴി നൽകി. പ്രദേശവാസിയായ മറ്റൊരാളും ഇതേ സംശയം പ്രകടിപ്പിച്ചു. 2 യുവാക്കളിൽ ഒരാൾ തൂമ്പയുമായി ശ്മശാനത്തിനരികിലൂടെ നടന്നു പോകുന്നത് കണ്ടുവെന്ന് രണ്ടാമത്തെയാൾ പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞു. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിലെ മുഹമ്മദ് ആരിഫ് അലി, മുഹമ്മദ് ഫർമാൻ അലി എന്നീ സഹോദരങ്ങളെ തേടി പോലീസും നാട്ടുകാരും എത്തി. ആ വീട്ടിൽ ആരിഫിനെയും ഫർമാനെയും കൂടാതെ സഹോദരിമാരും അച്ഛനും ഉണ്ടായിരുന്നു. ആരിഫ് റൂമിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. ഫർമാൻ പുറത്തായിരുന്നു. വീടിനുള്ളിൽ പരിശോധന നടത്തിയ പോലീസ് ആദ്യം കണ്ടത് മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്ന ഇറച്ചിക്കറിയാണ്. വീടിന്റെ മുക്കും മൂലയും പോലീസ് അരിച്ചു പെറുക്കി. ഫർമാന്റെ പൂട്ടിയിരുന്ന റൂമിന്റെ താക്കോൽ പോലീസ് ആവശ്യപ്പെട്ടു. മടിച്ചാണെങ്കിലും അവർ താക്കോൽ നൽകി. രൂക്ഷഗന്ധം തളം കെട്ടി നിന്ന അരണ്ട വെളിച്ചത്തിനുള്ള മുറിയിൽ ഒരു കോടാലിയും ഇറച്ചി വെട്ടുന്ന കത്തിയും ഒരു തടിപ്പലകയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിലത്തുനിന്ന് ഉറുമ്പുകൾ വരിവരിയായി കട്ടിലിനടിയിലേക്ക് നീങ്ങുന്നു. അവിടെ പരിശോധിച്ചപ്പോൾ ഒരു ബാഗ് കണ്ടെത്താൻ സാധിച്ചു. ബാഗ് തുറന്ന പോലീസുകാർ നടുങ്ങി വിറച്ചു. തലേ ദിവസം കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം ഒടിച്ചു മടക്കി ബാഗിൽ കയറ്റി വെച്ചിരിക്കുന്നു. പുറത്തെടുത്ത മൃതദേഹത്തിന്റെ മുട്ടിനു താഴെയുള്ള ഭാഗം മുറിച്ചു നീക്കിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ മരവിച്ചു നിന്ന പോലീസിനോട് അത് ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന് ആരിഫ് മൊഴി നൽകി. മൃതദേഹം റൂമിനുള്ളിലിട്ട് വെട്ടിമുറിച്ച് കറി വെച്ച് കഴിച്ചു. കറിയുടെ ബാക്കിയാണ് പോലീസ് ആ റൂമിൽ കണ്ടത്. ആരിഫ് സഹോദരങ്ങളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വന്നു പോലീസിന്. നരഭോജനം ആദ്യമല്ലായിരുന്നു അവർ നടത്തിയിരുന്നത്. മുൻപും പലവട്ടം മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഇറച്ചി പാകം ചെയ്ത് ഭക്ഷിച്ചിരുന്നവരെന്ന് അവർ മൊഴി നൽകി. അവർ പറഞ്ഞ സ്ഥലത്തെല്ലാം പോലീസ് പരിശോധന നടത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കിടയിൽ 100-ലേറെ ശവശരീരങ്ങളാണ് ഈ സഹോദരങ്ങൾ കുഴിച്ചെടുത്ത് ഭക്ഷിച്ചത്. അന്വേഷണം തുടരുന്നതിനിടെ ഇവരുടെ സഹോദരിയെ സമീപത്തെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് കോടതിയിലെത്തിയപ്പോഴാണ് മറ്റൊരു അപ്രതീക്ഷ വഴിത്തിരിവുണ്ടാകുന്നത്. ആ സമയത്ത് പാകിസ്ഥാൻ നിയമവ്യവസ്ഥയിൽ നരഭോജനത്തിനെതിരെ പ്രത്യേക നിയമങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന കുറ്റത്തിന് 2 വർഷം തടവ് ശിക്ഷ മാത്രമാണ് ഇവർക്ക് ശിക്ഷയായി ലഭിച്ചത്. 2013 ജയിൽ മോചിതരായ ആരിഫ് സഹോദരങ്ങൾ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയെങ്കിലും നാട്ടുകാർ ഇവരെ ആട്ടിയകറ്റി. മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയ ഇവരെക്കുറിച്ച് പിന്നീട് ആ നാട്ടുകാർക്ക് വിവരമൊന്നുമില്ലായിരുന്നു. എന്നാൽ മനുഷ്യ മാംസത്തിനോടുള്ള കൊതി ആ നരഭോജികളെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. 2014 ഏപ്രിൽ ഇവരുടെ വീട്ടിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. പരിശോധനയിൽ 5 ദിവസം പ്രായമായ പിഞ്ചു കുഞ്ഞിന്റെ തലയറുത്ത് വെച്ചിരിക്കുന്നതായാണ് പോലീസ് കണ്ടത്. മാംസകഷ്ണങ്ങൾ വീടിനുള്ളിൽ ചിതറിക്കിടക്കുന്നു. നിലത്ത് ചോര തളം കെട്ടിയിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ജനങ്ങളിൽ ഭീതി വിതച്ചതിന് ഭീകരവിരുദ്ധ നിയമങ്ങൾ ചുമത്തി ഇവരെ 12 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു.
ക്രൂരതയുടെയും മാനസിക വൈകൃതത്തിന്റെയും ഭീകരമായ ഉദാഹരണമെന്നാണ് ലോകം ഈ സഹോദരങ്ങളുടെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത്. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഇത്തരം പ്രവൃത്തികൾ ഇവർക്കൊരിക്കലും തെറ്റായി തോന്നിയതുപോലുമില്ല. ഇത് മനോരോഗ വിദഗ്ധരെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു.